എൻ്റെ പേര് കുഞ്ഞിക്കാദർ. ഞാൻ TP ഹൗസ് തൊമ്മിൽ പുതിയ മാളിയേക്കൽ തോട്ടാപ്പള്ളിൻ്റെ തൊട്ടടുത്തുള്ള പാടത്ത എന്നാണ് ഇപ്പോൾ പൊതുവെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ കേട്ടാ. തൊമ്മിൽ പുതിയ മാളിയേക്കൽ ഇതൊന്നും പറഞ്ഞാൽ തറവാട്ട് പേര് പറഞ്ഞാൽ അറിയില്ല. പാടത്ത എന്നറിയാം, കാരണം അങ്ങനെ അറിയപ്പെടുന്നത്. ഇപ്പം ഉമ്മർ സാഹിബിന് TP ഉമ്മറിൻ്റെ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ മകനാണ്. 1921 തൂക്കിക്കൊന്ന കുഞ്ഞിക്കാദർ സാഹിബിൻ്റെ ചെറിയ മകളുടെ മകനാണ്. എൻ്റെ പേരും കുഞ്ഞിക്കാദർ എന്നാണ്. ആ പേരെന്നാണ് ഇട്ടിക്കുന്നത്. അപ്പം അവരായിരുന്നു KJവിൽ ഉണ്ടായിരുന്നത്, നമ്മളെ മുൻകാരണന്മാരായിട്ട്. പിന്നെ നമ്മളെ അളാപ്പുണ്ടായിരുന്നു, നമ്മളൊരു അമ്മാവൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഫ്രൂട്ട് കച്ചവടം, മറ്റേ ബാക്കി അവിടെ സ്വർണ്ണ കച്ചവടം ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പോകുന്നത് 1964 KGFിലേക്ക് പോകുന്നത്. ഇവിടുന്ന് 8ാം ക്ലാസ്സിൽ നിന്ന് ഇത് ചെയ്തിട്ട് അങ്ങനെ നാടുവിടാണ് പോയതിപ്പം. ബാംഗ്ലൂർ പോയി, അവിടുന്ന് ഇപ്പോൾ വന്നു അങ്ങനെ കൂട്ടി നേരെ KGFിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് 102 കിലോമീറ്റർ ഉള്ളൂ KGFിലേക്ക്. അന്ന് ബസ്സാണ്, ബസ്സും ട്രെയിനൊക്കെ ഉണ്ട് എങ്കിലും അവിടെ പോയത്. അപ്പോൾ 64 പോയത്. 64-65 നമ്മളവിടെ ബിസിനസ് തുടങ്ങുന്നത്. ഞാൻ ആയിട്ട് ലക്കി കോർണർ എന്ന് പറഞ്ഞു. TP ഉമ്മർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ. അത് വേറെ വ്യക്തികളായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ കടയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പണ്ടതാണ് കടയെങ്കിലും ഇപ്പോൾ അങ്ങോട്ട് പോകലോ വരലോ ഇതാക്കലോ അതിൻ്റെ കണക്ക് നോക്കലോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയിട്ട് ആ കട ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാളുണ്ട്, എൻ്റെ മൂത്തമ്മാൻ്റെ മകൻ. മൂപ്പര കെയർ ഓഫിൽ അത് മറ്റാളേക്കുന്ന് നടത്തിയിരുന്ന ആളേക്കുന്ന് ഏറ്റുവാങ്ങി ഞാൻ നടത്തൽ തുടങ്ങി. മൂപ്പർക്ക് അതിന് മുമ്പിൽ തന്നെ വേറൊരു കടയും ഇതൊക്കെ വെച്ച് കൊടുത്തു. ഇപ്പം പൊതുവെ KJവിനെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഉമ്മർ എന്ന് പറഞ്ഞ TP ഉമ്മർ എന്ന് പറഞ്ഞ വ്യക്തി. സാമ്പത്തികമായിട്ടും മറ്റുള്ള രീതിയിലും ഒക്കെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. മറാഹുൽ ഫലാഹ് അറബി മദ്രസ എന്ന് പറഞ്ഞിട്ട് മദ്രസ ഉണ്ട് അവിടെ. മറാഹുൽ ഫലാഹ് അറബി മദ്രസ എന്ന് പറഞ്ഞൊരു അതിൻ്റെ സ്ഥലം വാങ്ങിക്കൊടുക്കുന്നത് ഈ TP ഉമ്മർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പിന്നെ ഒരു പാലക്കാട്ടുകാരൻ ഒറ്റപ്പാലുള്ള ഒരു ആജിയരുണ്ടായിരുന്നു, മൊയ്തു ആജി കേട്ടാ. മൂപ്പര് അവിടുത്തെ കോൺട്രാക്റ്റും അതും ഇതൊക്കെ ആയിരുന്നു. മൊയ്തു ആജി, കുഞ്ഞാലു ആജി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ജേഷാഞ്ചന്മാർ 3 ആളുണ്ടായിരുന്നു. അവർ അവിടെ കോൺട്രാക്റ്റ് മൈൻസിലെ അവിടെ KJവിൽ പൊതുവെ അന്നത്തെ കാലഘട്ടത്തിൽ സ്വർണം എടുക്കുന്ന ഒരു ഖനിയായിരുന്നു അത്. വലിയ ലോകത്തിൽ തന്നെ ഏറ്റവും ആയുള്ള ഖനിയാണ് ചാമ്പ്യൻ മൈൻസ് എന്ന് പറഞ്ഞ മൈൻസ്. അങ്ങനെ പല 4-5 മൈൻസുകൾ ഉണ്ടെങ്കിലും ചാമ്പ്യൻ മൈൻസാണ് ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ആഴം കൂടിയ ഇത് മൈൻസ്. അതിൽ ഇറങ്ങണതിൻ്റെ മറ്റേ അന്നൊക്കെ ഗേജ് എന്ന് പറയും. ഇന്നത്തെ മാതിരി ലിഫ്റ്റൊന്നല്ല, മറ്റേ അന്ന് കമ്പി കയറൊക്കെയാണ്. ഇതിലേക്ക് നേരെ എത്ര ലെവലിൽ പോകുമെന്ന് പറഞ്ഞാൽ ആ ലെവലിൽ ഓരോ പ്ലാറ്റ്ഫോം മാതിരിയാണ്. ഇതൊക്കെ ഇങ്ങനെ മല ഇങ്ങനെ ഇടിച്ച് അതിൽ നിന്ന് നേരെ മില്ലിലേക്ക് പോകാൻ മണ്ണും സ്വർണ്ണവും എല്ലാം കൂടെ ചേർന്നിട്ട് അവിടുന്ന് വേർതിരിച്ചിട്ടാണ് മണ്ണ് പുറത്തേക്ക് പോകും. സ്വർണം ഈ ഇഷ്ടിക കണക്കിലാക്കിയിട്ട് വരും. നമ്മളെപ്പോഴും ഇവിടെ കാണുന്ന ഇഷ്ടികയില്ലേ, ആ സൈസിലായിട്ടാണ് അത് ഇതിലേക്ക് വരുന്നത്. അവിടുത്തെ ആ മൈൻസ് മറ്റുള്ളവർക്കുള്ള ശമ്പളവും അതും ഇതൊക്കെ ഇത് വിറ്റിട്ടാണ് അന്നത്തെ ഇംഗ്ലീഷുകാരും മറ്റുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും മെയിൻ ഇത് ഇംഗ്ലീഷുകാരായിരുന്നു. പിന്നെ മലയാളികളും തമിഴരും. ആ നാട്ടുകാരില്ല, വളരെ ദുർലഭം. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലാതെ അവിടുത്തെ ബിസിനസ്സുകാർ അന്ന് മുസ്ലിംസുകളായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകൾ. അവിടുത്തെ പട്ടാണികളും ഈ മലയാളക്കാരും. മനസ്സിലായില്ലേ? അന്ന് മാർക്കറ്റ് MG മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റുണ്ട്. അതിൽ ഭൂരിപക്ഷം ഈ പട്ടാണികളും പ്രത്യേകിച്ച് താനൂക്കാരും ആയിരുന്നു അതിലത്തെ ഏറ്റവും നല്ല ബിസിനസ്സുകാർ എല്ലാ കാര്യത്തിലും.
അപ്പോൾ ഈ ഉമ്മർ ഷാപ്പ് എന്ന് പറയുന്ന ഷോപ്പിൽ സ്റ്റീൽ പാത്രങ്ങൾ, ഫോർസ്ലൈൻ, പൊട്ടിപ്പോകുന്ന ഫോർസ്ലൈൻ ഐറ്റംസ്, ട്രാവൽസ്, അങ്ങനെ വലിയൊരു കടയായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ലക്കി കോർണർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മെയിൻ റോട്ടിലേക്ക് ഞങ്ങൾ മാറി. അപ്പോഴും എൻ്റെ ജ്യേഷ്ഠനും വന്നു, ഇമ്പിച്ചി എന്ന് പറയും. ഇപ്പോൾ സുഖല എടുക്കാണ്, ഒന്നും ഓർമ്മയില്ല, അതൊക്കെയാണ്. മൂപ്പരും വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ലക്കി കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ അതിൽ അവിടെ പച്ചക്കറി കടക്കാരുണ്ട്, ഹോട്ടലുകാരുണ്ട്. താനൂക്കാർ, ഹോട്ടലുകാർ, പച്ചക്കറി കടക്കാർ, ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന താനൂക്കാരും ഉണ്ടായിരുന്നു. ഫുട്പാത്തിൽ തൽക്കാലം ഒരു 10 കിലോ തക്കാളി വാങ്ങിക്കൊടുന്ന് പോതിട്ട് വിൽക്കുന്ന അങ്ങനത്തെ താലൂക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭൂരിപക്ഷം മലയാളക്കാരും ഈ പട്ടാണികളായിരുന്നു അവിടുത്തെ കച്ചവടക്കാർ. മറ്റവരൊക്കെ വളരെ ദുർലഭമാണ്. ചെട്ടിയന്മാരും നായന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് എൻ്റെ ഉള്ളായിരുന്നു. ശരിക്കും പറയാൻ താനൂക്കാരെ മറ്റൊരു താനൂറായിരുന്നു ഇത്. അതായത് ഈ മറാഹുൽ ഫലാഹ് അറബി മദ്രസ, മലയാളി ലൈൻ, 2 മലയാളി ലൈനുണ്ട്. ഇതൊക്കെ മലയാളികളായിരുന്നു അതിലത്തെ വീട്ടുകാർ. ഏകദേശം ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളെ പള്ളി അതും ഇതൊക്കെ ചേർന്നൊരു പൂളഞ്ചോട് എന്ന് പറയും. ആ പൂളഞ്ചോടിനേക്കാൾ എത്ര വലിപ്പമുള്ള ഒരു സ്ഥലം അത് മലയാളി ലൈൻ. അങ്ങനത്തെ 2 സ്ഥലമുണ്ടായിരുന്നു. മലയാളി ക്വാർട്ടേഴ്സ് ആണ്. മൈൻസിൽ ജോലി ചെയ്യുന്നവരും ഇങ്ങനത്തെ കച്ചവടം ചെയ്യുന്നവരൊക്കെ ആയിട്ട് താമസിക്കല് അവിടെയാണ്. ഇത് പിന്നെ നമ്മളെപ്പോലത്തെ കുറച്ച് ആൾക്കാരോ സ്വന്തം വീടും മറ്റുള്ളതൊക്കെ ആയിട്ട് ഉള്ളായിരുന്നു. മറ്റവരൊക്കെ ഈ ഇതിൽ ആണ് താമസിക്കുന്നത്. മലയാളി ഗ്രൗണ്ട്, ഫുട്ബോൾ കളിയിൽ അന്ന് ഇംഗ്ലീഷുകാരും മലയാളക്കാരും കൂടാണ് കളിക്കൽ. അവിടുത്തെ ആരും ഉണ്ടാവില്ല. മലയാളക്കാരും അത് ഭൂരിപക്ഷം നമ്മളെ മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തേർ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ മൈൻസ് അണ്ടർഗ്രൗണ്ടിൽ ജോലി ചെയ്തിരുന്നു. അത് മൈൻസിൽ ജോലി ചെയ്തിരുന്നു. അവർ കുറച്ച് മലപ്പുറം കൂറ്റനാട്, എന്താണ് കൂറ്റിലങ്ങാടി അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ഇതിലത്തെ അധ്യാപകന്മാർ ഒരു കൂറ്റിലങ്ങാടിക്കാർ വരും. ഞാൻ വരുമ്പോൾ അതിൻ്റെ 83 മുതൽക്ക് 85 വരെ ഞാനായിരുന്നു അതിൻ്റെ സെക്രട്ടറി. ഇവിടെ ഈ മറാഹുൽ ഫലാഹ് അറബി മദ്രസൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു. അന്ന് കൂറ്റിലങ്ങാടിക്കാരൻ ഒരു മൗലവിയായിരുന്നു. ഈ മലയാളിയിലെ ഒരു പള്ളി ഇല്ല മുസ്ലിയാർ. പിന്നെ ഈ മദ്രസയിൽ വന്ന് പഠിപ്പിക്കുകയും ചെയ്യും. അത് ടൗണിലായിരുന്നു. പിന്നെ മലയാളക്കാർ തന്നെ 90% കച്ചവടക്കാരായിട്ടും അതിൻ്റെ നിയന്ത്രണം KJFിലെ നിയന്ത്രണം എന്ന് തന്നെ പറയാം. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ടൈമിൽ മൈൻസിൽ പോവും, ഇറങ്ങും, ജോലി ചെയ്യും. വൈകുന്നേരം വന്നാൽ പിന്നെ ക്ഷീണിതരായിരിക്കും. പുറത്ത് എന്തെങ്കിലും അത്യാവശ്യം മാർക്കറ്റിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ സ്ത്രീകൾ വരും, തമിഴരുണ്ടല്ലോ, അവരും മറ്റുള്ളവരൊക്കെ മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും. അത്രയേ ഉള്ളായിരുന്നു. അങ്ങനെ താനൂക്കാരായിരുന്നു അന്ന് അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാർ. അതിൽ ഒന്നാണ് എൻ്റെ ഉപ്പ, ഒന്ന് വേറെ കുഞ്ഞാക്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ CK താനുണ്ട്. ചന്ദ്രികൻ്റെ എഡിറ്റർ ഉണ്ടായിരുന്നു CK താനു. ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുന്നു. മൂപ്പര ഫാദർ ഉണ്ടായിരുന്നു. മൂപ്പര് മരിച്ചതിന് ശേഷം മൂപ്പര് അളാപ്പുണ്ടായിരുന്നു അബ്ദുള്ള കുട്ടി എന്ന് അറിഞ്ഞിട്ട്. അതിപ്പോൾ ഇങ്ങനെ അങ്ങാടിയിൽ അങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇസ്മായിൽ എന്തോ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിലിപ്പോഴും ഉണ്ട്, ആൾ ഒരുത്തൻ ജീവിച്ചിരിപ്പുണ്ട്. ഏത് മറ്റുള്ള മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൽ CK താനൂർ തന്നെ ഉള്ളൂ. ഞങ്ങൾ 4 ആളാണ്. ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളാണ്. ഞങ്ങൾ 4 ആളും ജീവിച്ചിരിപ്പുണ്ട്. വാപ്പിയമ്മയും മരിച്ചു. അവിടെ തന്നെയാണ് കബറ്. അതിൻ്റെ കമ്പൗണ്ടിൽ തന്നെ ഇത്. ഇനി താനൂക്കാർ തന്നെ. അതായത് ഇപ്പം ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ അന്ന് ഒരു 8, 10, 12 വയസ്സായ നിങ്ങളുടെ ഉമ്മ വരും, മോനെ ഇവനെ അവിടെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇതാക്കിക്കോട്. നേരത്തിന് തിന്നാനില്ല. കാലഘട്ടം അതാണ്. ഇന്നല്ല, അന്ന് നേരത്തിന് തിന്നാനില്ല. അപ്പം മകനെ പറഞ്ഞയച്ചു തരും. മോൻ കൊണ്ടുപോയിട്ട് കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത ഹോട്ടലിലോ നിർത്തി കൊടുക്കി.
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചേരില്ല. അങ്ങനെ നമ്മൾ കൊണ്ടുപോയി ഏതെങ്കിലും ഹോട്ടലിലോ അല്ല മറ്റുള്ള സ്ഥാപനങ്ങളോ നിർത്തും. അങ്ങനെ അവിടുന്ന് അവൻ വല്ല ചായവാറിലോ പൊറാട്ടക്കാരനോ മറ്റുള്ളതോ ആയി അങ്ങനെ പോവും. എന്നിട്ട് അവൻ ചില സമയത്ത് സ്വന്തം ഹോട്ടലിൻ്റെ മുതലാളിയായി മാറാണ്. മനസ്സിലായില്ലേ? എൻ്റെ അധ്വാനം കൊണ്ടാണ് അവൻ 90% അങ്ങനെ ആവുന്നത്. അല്ല ബാംഗ്ലൂർ പോവും, അവിടുന്ന് അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കാനും ചായ പാരാനും മറ്റുള്ളതായി കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോകും. തൊട്ടടുത്ത് തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് കോലാറുണ്ട്. ഇപ്പോൾ നമ്മൾ മലപ്പുറം, നമ്മളെ ഹെഡ് ക്വാർട്ടേഴ്സ് മലപ്പുറം അല്ലേ, മലപ്പുറം കോലാർ പോവും. അല്ല വേറെ എവിടേക്കെങ്കിലും ആരെങ്കിലും ഇതേമാതിരി ഇജ്ജി പോരാ, എനിക്ക് ഞാൻ 10 റുപ്യ ആസ്തി തരാമെന്ന് 10 റുപ്യ ആസ്തി തരാമെന്ന് പറഞ്ഞാൽ അന്നത്തെ പൊന്നാണ്. അന്ന് ഇപ്പം ഞാൻ 68 കല്യാണം കഴിക്കുന്നത്. അന്ന് 90 റുപ്യാണ് 1 റുപ്യ തൂക്കം. ഒരു പവനല്ല, 1 റുപ്യ തൂക്കം എന്ന് പറഞ്ഞാൽ 11 ഗ്രാമും 8 ഗ്രാമാണ് ഒരു പവന്. 11 ഗ്രാമും 800 മില്ലിഗ്രാമുള്ള വെയിറ്റുള്ളത് 90 റുപ്യ 92 റുപ്യാണ്. ഇന്നത്തെ മാതിരി 56,000 76,000 ഒന്നുമില്ല. അതൊരു പവനാണ് ഇന്ന്. അന്നത്തെ വില അതാണ്. അത് 85 അല്ല 68. പിന്നെ അങ്ങനെ അപ്പോൾ 5ഉം 10ഉം കൂടി ഇതിപ്പോൾ ഇവിടെ എത്തി. ഇതിപ്പോൾ സ്വർണം വാങ്ങാൻ തന്നെ കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അവിടെ ഭൂരിപക്ഷം 90% സ്വർണം തന്നെയാണ് ഉൽപ്പാദനം. ആ സ്വർണം അവിടെ ഇനി അവർക്ക് നഷ്ടമായതുകൊണ്ട് അത് അടയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങൾ തന്നെ അവിടെ വീടും സ്ഥലവും ഒക്കെ വിറ്റ് നാട്ടിലേക്ക് പോകുന്നത്. നമ്മളെ വലിയങ്ങപ്പള്ളി ആദ്യം പഴയകാലത്തുള്ള തറവാട്ട് വക ഇതാണ്. അത് പൊളിച്ച് നന്നാക്കിയത് ആദ്യം ഉപ്പാണ്, എൻ്റെ ഉപ്പാണ് കേട്ടോ. പിന്നെ എന്നിട്ടാണ് ഈ പാടത്തായെന്ന് പറഞ്ഞാൽ അവിടെ ആ വീടുണ്ടാക്കിയത്. അതൊന്ന് പോയി നിങ്ങൾ ഫോട്ടോ എടുത്താൽ, സ്ഥലം അറിയില്ലേ? അതൊന്ന് വീടെടുത്താൽ ഫോട്ടോ എടുത്താൽ ഇപ്പം അതേമാതിരി ഒരു വീട് കഴിഞ്ഞവർക്ക് ആർക്കും ഇപ്പം ഇവിടെ ഇല്ല. അവരൊക്കെ തൂഫാനായി, കുട്ടികളും മറ്റുള്ളവരൊക്കെ അല്ല 99% തൂഫാനായിപ്പോയി. അതിൽ പിടിച്ച് നിൽക്കുന്നത് ഞങ്ങളൊരു ഫാമിലി തന്നെ ഉള്ളൂ കേട്ടോ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അതിനെച്ചിട്ട് ഞാൻ ഇത് പറയല്ല, മറ്റുള്ളവരൊക്കെ അത് പതിച്ചു. എന്താ അറിയില്ല, എല്ലാം വേണ്ടാത്തരം മറ്റുള്ളതും അതും ഇതൊക്കെ ആയിട്ടാണ്. 90% ഇപ്പം നിങ്ങൾ ഏറ്റെടുക്കുന്നവരെ എൻ്റെ ഒപ്പം ഇരുന്ന് തോട്ടാപ്പള്ളി കൊണ്ടുനടന്നിരുന്നത് ചോദിച്ചു നോക്കി. സമ്മദ് ഫൈസിനോട് ചോദിച്ചാൽ അറിയാം. സമ്മദ് ഫൈസിൻ്റെ 5 മുഹമ്മദ് അറിയോ? അറിയില്ല. സമ്മദ് ഫൈസിൻ്റെ 5 ഒരു മുഹമ്മദ് അലി. മുഹമ്മദ് അലിയായിരുന്നു അവിടുത്തെ ഇമാമ് കുറച്ച് കാലം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മൂപ്പര് ഇപ്പം എൻ്റെ മരണശേഷം ഞാനാണിപ്പം സമ്മദ് ഫൈസിക്ക് ഏറ്റുകൊടുത്തത്. ചോദിച്ചു നോക്കിയാൽ തോടാപ്പള്ളി. വാപ്പ CM ഉസ്താദിൻ്റെ ശിഷ്യനാണ് ഞാൻ. മൂപ്പര് അളിയനുണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു അനീഫ, സമ്മദ് ഫൈസിൻ്റെ അമ്മാവന്, അതായത് CM ഉസ്താദിൻ്റെ അളിയന്. CM ഉസ്താദിൻ്റെ ഒപ്പം പുതിയാപ്പള്ളിൻ്റെ ഒപ്പം പോയ വ്യക്തിയാണ് ഞാൻ കേട്ടോ. മാഷാ അല്ലാഹ്. കൂട്ടിലക്കാടിയാണ് അവരുടെ വീട് അല്ലേ? മക്കല പറമ്പ്. നിങ്ങൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം മാഷാ അല്ലാഹ്. ഇത് മൂപ്പരായിരുന്നു നമ്മളെ ഉസ്താദ്. CM ഉസ്താദിൻ്റെ ഒക്കെ നിന്നാണ് നമ്മൾ കിതാബും മറ്റുള്ളതൊക്കെ ഓതി പഠിച്ച് ഇവിടുന്ന് നാട് വിടുന്നത്. ആ അറിവെന്നുള്ളൂ ഇന്നും. പിന്നെ ഇതപ്പം പരിഭാഷ അത് ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുള്ള അറിവുള്ളൂ. ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. അപ്പം അതിനേക്കാൾ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. KK ഉസ്താദ് ഉണ്ടായിരുന്നു, EK ഉസ്താദ് ഉണ്ടായിരുന്നു, ബീരാൻകുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നു പള്ളിയിലെ മുദരിസായിട്ട്. പക്ഷേ CM ഉസ്താദിൻ്റെ പേര് ഇന്ന് വരെ അവിടെ ആരും എടുത്തിട്ടില്ല.
അത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പം ഇവരൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിക്കും. അന്ന് ഇല്ല. എങ്കിലും മൂപ്പര് ഈ സീം ഉസ്താദ് എന്ന് പറഞ്ഞ വ്യക്തി അന്നും ഇന്നും എപ്പോഴും ആരോടും, അന്ന് മൂപ്പര് കീഴിൽ പഠിച്ച ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ആ സീം ഉസ്താദിനെ ഇന്നും നല്ലത് പറയുള്ളൂ. അതായത് മൂപ്പര് അടിച്ചാലും ശരി കുത്തിയാലും ശരി അതിനും ഒരു അതിർത്തിയുണ്ട് കേട്ടാ. അങ്ങനെ വേദനിപ്പിക്കില്ല, ഇതാക്കില്ല, വേണ്ടാത്തരങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നാട്ടുകാരായിട്ട് അവിടെ വെച്ചിട്ട് ഇവിടെ മറ്റോ ഇതാക്കി അതൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയില്ല മൂപ്പർക്ക്. ആ ഉസ്താദിന്, സീം ഉസ്താദിൻ്റെ കല്യാണത്തിന് പോയ ആളാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് നല്ല ഓർമ്മ ഉണ്ട് ഇന്നും. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണത്. സീം ഉസ്താദിൻ്റെ ഒപ്പം പുതിയാപ്പിളായിട്ട് പോകുമ്പോൾ കൂടെ ഉണ്ടായതാണ്. പിന്നെ ഫോട്ടോ എടുക്കലും മറ്റുള്ളതും പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും നാട്ടുകാർ മറ്റുള്ളവർ അറിയില്ല. അങ്ങനെ ഞങ്ങൾ 2-3 ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ താനൂരിൽ നിന്ന് ഉസ്താദിൻ്റെ ഒപ്പം പോയ വ്യക്തികൾ. പിന്നെ വീട്ടിൽ ചിലപ്പോൾ 3 നേരം സീമിന് നമ്മൾ അവിടെ തന്നെ ഇരുന്നു. എൻ്റെ പെങ്ങളെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചിരുന്നത് സീം ഉസ്താദാണ്, വേറെ ആരും പഠിപ്പിച്ചിട്ടില്ല. അവിടെ വീട്ടിൽ വന്നിട്ട് ഖുർആനും അത്യാവശ്യം ദീനിയാത്ത് അമലിയാത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കലും ഇതാക്കലൊക്കെ ഒരൊറ്റ പെങ്ങളുള്ളൂ ഞങ്ങൾക്ക്. വളരെ ഇതായിട്ട് വളർത്തിയാണ്. ഡോക്ടർ സീയൻകുട്ടീൻ്റെ അഞ്ചനാണ് കല്യാണം കഴിച്ചത്. MLA ഉണ്ടായിരുന്നു താനൂർ കുറ്റിപ്പുറമൊക്കെ ഒരു MLA ഉണ്ടായിരുന്നു സീയൻകുട്ടി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു അഞ്ചനുണ്ട് കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട്. എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ്. മൂപ്പര് ജോലിക്ക് പോയില്ല, മൂപ്പറാണ് കല്യാണം കഴിച്ചത്. കുട്ടികളില്ല. അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇതിൽ വരില്ലേ, അറബി നോവലൊക്കെ എഴുതിയ സമ്മദ് ഫൈസിൻ്റെ അടുത്തൊക്കെ വരുമല്ലോ. അബൂബക്കർ എന്ന് പറഞ്ഞ മറ്റേ തുല്യനാമ അസ്കർ എന്നിട്ടാണ്. അറബിക്ക് നോവൽ എഴുതിയ വ്യക്തിനെ അറിയോ ഇന്ത്യയിൽ ആദ്യമായിട്ട്? അബൂബക്കറിനെ അറിയില്ലേ? എന്നാൽ പോയിട്ട് സമ്മദ് ഫൈസിനോട് ചോദിക്ക്. എൻ്റെ മകനാണ് കേട്ടോ, MPhil കഴിഞ്ഞാണ് മറ്റേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, മാസ്റ്റർ ഓഫ് ഫിലോസഫി. സമ്മദ് ഫൈസിക്കൊക്കെ അറിയാം, ബാസിറ്റിനും അറിയാവുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ വന്ന് സമ്മദ് ഫൈസിനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിഞ്ഞ് വേണ്ട പോലെയൊക്കെ ചെയ്യലാണ്. നിങ്ങൾക്ക് അറിയാനുള്ള എന്താണ് അത് പറഞ്ഞു ചോദിച്ചോളി, ഞാൻ പറഞ്ഞുതരാം. വളരെയധികം ബന്ധം. ഇവിടുത്തെ KGF-ലെ ചോറ് തിന്നാത്ത 90% ഇവിടുത്തെ അങ്ങാടി പാലം വിട്ട് അങ്ങോട്ട്, അങ്ങനെയല്ല എങ്കിലും പാലം വിട്ട് അങ്ങോട്ട് പ്രത്യേകിച്ച് ഒരു കുട്ടികളുണ്ടാവില്ല. അന്ന് ഒരു സാധു പെൺകുട്ടീനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ വരില്ല. ഇന്ന് മദ്രാസും ദുബൈക്കും മറ്റുള്ളിടത്തേക്കും ബാംഗ്ലൂർക്കും പോണ മാതിരി KGF-ലേക്കായിരുന്നു വന്നിരുന്നത്. അവിടെ കൊണ്ട് അത് പൂർത്തീകരിച്ച് അവർ വന്ന് അത് നടത്തും. ആ കാലഘട്ടമായിരുന്നു അത്, ഒരു കാലഘട്ടമായിരുന്നു അത്. KGF-ക്ക് പോവുക, മോളെ കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ KGF-ലേക്ക് ടിക്കറ്റിന്, അന്ന് ടിക്കറ്റിന് കായുണ്ടാവില്ല, മനസ്സിലായില്ലേ? തിരൂർന്ന് ഞാൻ 65 തിരൂർന്ന് താനൂർ ഞങ്ങൾ മദ്രസൻ്റെ അവിടെ വന്നിട്ട് ഇറങ്ങലാണ്. ടാക്സിക്ക് 5 ഉറുപ്പ്യാണ്. കാറിന് ടാക്സിക്ക് 5 ഉറുപ്പ്യ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാറ് വിളിച്ച് ഇവിടെ താനൂർ അവിടെ പാലത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കും. അങ്ങോട്ട് നമ്മളെ വീട്ടിലേക്ക് റോഡില്ലേന്ന് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങും. ആ ബലങ്ങൻ്റെ പീടിയൻ്റെ ആ സൈഡിൽ ഇറങ്ങും. മൊയ്ജിനില്ലേ വല കച്ചവടം ചെയ്യുന്ന അവിടെ ഇറങ്ങും. അവിടുന്ന് അങ്ങോട്ട് നടന്നു പോകും. മദ്രസൻ്റെ മുമ്പിൽ കൂടെ 2 പള്ളി കടം കഴിഞ്ഞിട്ടാണ് പോകല്. 5 ഉറുപ്പ്യാണ്. ഇന്ന് 500 400 ഒറ്റ വാങ്ങിയായിരിക്കും. അപ്പം നമ്മൾ പോകലില്ല, അതുകൊണ്ട് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും 10-500 ഉറുപ്പ്യ എന്തായാലും ഉണ്ടാവും. അതാണ് വ്യത്യാസങ്ങൾ. 2 പൂജ കൂടി. 85
85 അതായത് മൈൻസ് മൂടാനും വേണ്ടിയുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ ഏകദേശം അവിടുത്തെ പാതി തൊഴിലാളികൾ വിട്ടുപോകും. മറ്റുള്ളവർ അവിടെ വിമൽ എന്ന ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ടറി വന്നിരുന്നു. അതിൽ കുറച്ച് വ്യക്തികൾ കയറി, ബാക്കിയുള്ളവർ തൊഴിലില്ലാതെ നടക്കേണ്ടി വരും. പിന്നെ അതിലെ തൊഴിലാളികൾ ഭൂരിപക്ഷം തമിഴരായിരുന്നു. അപ്പം ഇന്ന് കിട്ടിയ നമ്മൾ ഏകദേശം കടപ്പുറത്തമാതിരി ഇന്ന് കിട്ടിയ അത് കൊണ്ട് ഓണം കൊണ്ടാടി കുറച്ച് വെള്ളം അടിച്ച് രാത്രി പെരിയിൽ പോയി കിടന്നുറങ്ങിയ രാവിലെ ജോലിക്ക് പോകും. മാസത്തിൽ കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ, അത് അവിടെയും ഇവിടെയും വാങ്ങിയ കായ് കൊടുക്കാൻ തേയില്ല അവർക്ക്. അതായിരുന്നു അവിടുത്തെ തമിഴരെ സ്ഥിതി. ഭൂരിപക്ഷം വള്ളടിയും മറ്റത് അതൊക്കെ ആയിരുന്നു. മറ്റുള്ള ആദ്യമം കഞ്ചാവൊന്നും അങ്ങനെ ഇല്ല. ഇതായിരുന്നു അവിടുത്തെ മുഖ്യ ഇത്. അതുകൊണ്ട് അവർക്ക് പിടിച്ചിരിക്കാൻ. പിന്നെ അവർ വീടുകളൊക്കെ വളരെ ചെറിയ ഓരോ ഷെഡും മറ്റൊക്കെ ആയിരുന്നു. അതും അവർ പെൻഷനായി കഴിഞ്ഞാൽ അവിടുന്ന് മാറിക്കൊടുക്കണം. പിന്നെ എങ്ങോട്ട് പോകും? അപ്പോൾ അവരെ തമിഴ്നാട്ടിലേക്കാണ്ട് പോകും. നേരെ മറിച്ച് മലയാളിക്കാരതല്ല, അവരെ മക്കളോ ആരെങ്കിലും അവിടെ വല്ല എന്തെങ്കിലും ഏർപ്പാടായിട്ട് മറ്റുള്ളതായിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ അവിടെ ആയിരുന്നെങ്കിൽ നിങ്ങളവിടെ എന്തെങ്കിലും ഒരു ഏർപ്പാട് ബിസിനസ്സിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉരുകം വില്ലേജ് മറ്റേ ബോർലാൽപേട്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെറുമാതിരി വീടുണ്ടാക്കി അവരുടെ ശക്തിക്കനുസരിച്ച്. KGF നമ്മളെ വല്യപ്പാൻ്റെ കാലത്തല്ല, നമ്മളെ ആ വാപ്പൊക്കെ ഇങ്ങനെ ഇപ്പോൾ പോയത് തന്നെയാണ് ഇവിടുന്ന്. അന്ന് ടിക്കറ്റും മറ്റൊന്നും ഇല്ലാതെയാണ്ട് ഇപ്പോഴും മറ്റേ ഇവിടെ ആയിരുന്നു, ബോംബെയിലായിരുന്നു. ബോംബെന്ന് ഉപ്പയും വേറെ 2 ആളുണ്ടായിരുന്നു. അവർക്ക് എൻ്റെ അമ്മ ബാബുല്ലേ, നിങ്ങളെ ബാബു കള്ളിയത്ത് ബാബുൻ്റെ വല്യപ്പ കള്ളിയത്ത് ബാബുവിൻ്റെ വല്യപ്പ അവർക്കാൻ്റെ അമ്മാജി. അന്ന് അജല്ല കേട്ടാ, മുഹമ്മദ് എന്നൊരു പേരുള്ളൂ. മുഹമ്മദ് ഇപ്പ പിന്നെ മാനോജുണ്ട്, മദ്രാസിലെ ഏറ്റവും വലിയ ഹോട്ടലുകാരനായിരുന്നു മൂപ്പര്. പിന്നെ ഒരു സിന്ദാബാദ് കുഞ്ഞാക്കുണ്ട് കേട്ടോ, നിങ്ങൾക്കറിയില്ല. സിന്ദാബാദ് കുഞ്ഞാക്കാൻ്റെ മക്കളുണ്ട്. ഇവർ 4 ആളും ബോംബെയിൽ ഹോട്ടലിൽ പണിയായിരുന്നു. അപ്പോൾ ഇവർ തീരുമാനിച്ചു, അല്ല ഇനി നമ്മൾ എത്ര വെച്ചിട്ടാണ് ഈ ഹോട്ടൽ പണിയെടുക്കുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കുത്തി കൂട്ടാമെന്ന് അറിഞ്ഞ് അങ്ങനെ അവിടുന്ന് പോരാണ്. ബോംബെയിൽ നിന്ന് പോരുന്ന സമയത്ത് ജോലാർപേട്ട ഇവിടെ വെച്ചിട്ട് പിടിച്ചിറക്കി. ജോലാർപേട്ട ഇവരെ 4 ആൾ. അവിടുന്ന് അവർക്കാൻ്റെ അമ്മജി പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, ഞാൻ നിങ്ങളൊപ്പില്ല. അപ്പം ഈ മാനുവജി പറഞ്ഞു, ഞാൻ മദ്രാസ് പോവാണ്. അവിടുന്ന് തന്നെ സിന്ദാബാദ് കുഞ്ഞാക്കെന്ന് പറഞ്ഞ ആൾ മൂപ്പരെന്ത് ചെയ്തു, നേരെ മറ്റോടത്തേക്ക് കടന്നു. ഏത് കേട്ടാ, മറ്റോടത്തെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ തന്നെയാണ് മരിച്ചത്. പിന്നെ അവിടുന്ന് ജോളപ്പേട്ടൻ്റെ ഇപ്പം നേരെ ഞാൻ ബാംഗ്ലൂർ പോകാണെന്ന് പറഞ്ഞ് കയറി, ബാംഗ്ലൂർക്കുള്ള ട്രെയിനിൽ കയറി. അവിടുന്ന് ബംഗാർപേട്ട എത്തിയപ്പോൾ അവിടെ പിടിച്ചിറക്കി. അപ്പോൾ രാത്രി 4 മണിയെത്താണ്. അപ്പോൾ KGFിലേക്കുള്ള ട്രെയിനുണ്ട്, നിർത്തിയിട്ടിരിക്കുന്നു. അതിൽ പോയി കയറി കിടന്നുറങ്ങി. പടച്ചോൻ്റെ ഓരോ തീരുമാനങ്ങളാണ്, മനസ്സിലായില്ലേ? അതിൽ പോയി കയറി കിടന്നുറങ്ങി. നേരെ ഉരുക എത്തിയപ്പോൾ അവിടെ ഇറങ്ങി ഇങ്ങനെ നടക്കാൻ. ആദ്യം എന്താ 15-16 വയസ്സാണ് പക്ക്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വിളിച്ചു, വാടാ എവിടുത്തേണ്ടാണ്ട് എവിടുന്നാണ് വരണമെന്ന് ചോദിക്കാണ്ട്. ഞാൻ താനൂക്കാരനാണ്. താനൂക്കാരനാ? ആര് താനൂക്കാരൻ? ആരെ മോന്? ഞാൻ അപ്പം ബിച്ചാജി എന്നാണ് വാപ്പാൻ്റെ പേര്. ബിച്ചാജിൻ്റെ മോനാണ്, 2ാമത്തെ മോനാണ്. തന്നെ ആര് പറഞ്ഞ്? തൊമ്മിലെ? തൊമ്മിലും ബിച്ചാജിൻ്റെ മോനാണ്. അപ്പം ബിച്ചാജി എന്ന് പറഞ്ഞത് കുറച്ച് പേരെടുത്ത വ്യക്തിയായിരുന്നു താനൂരിൽ. താനൂർ എന്നല്ല, പൊതുവെ കേരളത്തിൽ എന്തൊക്കെ എഴുത്തും കുത്തും ഇതൊക്കെ ആയിട്ട് ഇത് അങ്ങനെ പല ചരിത്രങ്ങളും. പിന്നെ അവിടെ പാലത്തിൻ്റെ അവിടെ ഓടിയതിനെ നിർത്തിയിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹുവിനറിയാം, നമ്മൾ അറിയില്ല.
ഇങ്ങനെ പറഞ്ഞു കേട്ടതുള്ളൂ ചരിത്രങ്ങൾ. അങ്ങനെ അവിടെ ബിച്ചേജിൻ്റെ അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പം ബിച്ചേജിൻ്റെ രണ്ടാമത്തെ മോനാണ്. ഇന്ന് ഇവിടെ പാടാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ ആക്കി. അവിടുന്ന് പിന്നെ കുറച്ച് കാലം ഹോട്ടലിൽ ഞാൻ ഇനി വേറെ എവിടേക്കും പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോൾ വേറെ ഈ കമ്പനിയിലാണ് പോയി കുടുങ്ങിയത്. ഏത് കമ്പനി? സ്വർണ്ണ കച്ചവടത്തിൻ്റെ കമ്പനി. അവിടെ നിന്ന് പിന്നെ സ്വന്തം കച്ചവടമായി. അവിടുന്ന് മാർക്കറ്റിൽ TP ഉമ്മർ ഷാപ്പ് എന്ന് പറഞ്ഞ കട തുടങ്ങി. പിന്നെ ഇവിടുന്ന് മക്കളായ ഞങ്ങൾ 2 ആളാണ്, 3 ആളുണ്ട് എങ്കിലും ഞങ്ങൾ 2 ആളാണ്. മറ്റവന് ഇവിടെ താനൂർ തന്നെ ഉണ്ട്, ലക്കി കോർണർ എന്ന് പറഞ്ഞിട്ട്. മുപ്പത് ചെറുങ്ങനെ ഒരു വഴി വിട്ടു കേട്ടാ. അലി എന്നാണ് പേര്, മുഹമ്മദ് ലിയാഖത്ത് അലി എന്നാ പേര്. ചെറുങ്ങനെ വഴി വിട്ടു, അതോടൊപ്പം വെറുത്തു. എങ്കിലിപ്പോൾ ആൾ ഉഷാറാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ വാപ്പ ഉണ്ടാക്കി തന്ന കുറേ സ്വത്തുക്കളുണ്ട്. അത് മുഴുവനും എനിക്കാണ് കിട്ടിയത്. ഏത് ആ വീടും ആ സ്ഥലങ്ങളൊക്കെ ഇപ്പം ഞാനാണ് അതൊക്കെ മുറിച്ച് വിറ്റത്. അങ്ങനെയാണ്. അപ്പം ഇനി എന്താ അറിയണം പറഞ്ഞോളി. KGF പറ്റി. ആ അതായത് KGF നിന്ന് പോകുന്ന ആരായാലും ശരി, അന്ന് ഇവിടുന്ന് അത്യാവശ്യം അവിടെ വല്ല കച്ചവടം മറ്റുള്ളതോ ഉള്ള ഒരു വ്യക്തി ഇവിടുന്ന് പോവുകയാണെങ്കിൽ അന്നത്തെ ജീവിക്കാൻ പറ്റാത്ത വ്യക്തികളായ വല്ലവരെയും മക്കളുണ്ടെങ്കിൽ അവരെ പിടിച്ച് ഞങ്ങളെ ആണ് ഏൽപ്പിക്കൽ. അതായത് KGF പോകുന്നവരെ ഏൽപ്പിക്കും. അവരങ്ങനെ അവിടെ പോയിട്ട് ഈ എന്തെങ്കിലും ബിസിനസ്സും മറ്റോ താൽക്കാലികമായിട്ട് ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ ഇതേമാതിരി ബിസിനസ്സുകളിലോ നിർത്തി അവിടുന്ന് അവർ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തേണ്ടോടത്ത് എത്തേണ്ട അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് എന്താണ് അള്ളാഹു വിധിച്ചത് അതേ നിലയിലെത്തും. അങ്ങനെ അവിടെ മറാഹുൽ ഫലാഹ് അറബി മദ്രസ എന്ന് പറയുന്നതും 2 മലയാളി മസ്ജിദുകളുണ്ടായിരുന്നു, ഉണ്ട്. ജുമാ നടന്നിരുന്നു. ജുമാക്ക് ഞങ്ങളൊന്നും അവിടെ പോയില്ല. എങ്കിലും 2 പെരുന്നാളുകൾ ആ പള്ളിയിലായിരുന്നു. 90% മലയാളികളും ആ 2 പള്ളികളിലായിരുന്നു കൂടിയിരുന്നത്. അപ്പോൾ എല്ലാവരും 90% മലയാളികളെയും കണ്ടുമുട്ടാനും അവരുമായിട്ട് സമ്പർക്കം പുലർത്താനും എല്ലാം അറിയാം. അത് പുതിയത് വന്നാലും ശരി പഴയവരായാലും ശരി അവരുമായിട്ട് സമ്പർക്കം മറ്റുള്ളതുണ്ടായിരുന്നു. എല്ലാവരും താനൂക്കാരും മലയാളക്കാരും മുഴുവനും മലപ്പുറം കുവിറ്റിലങ്ങാടി അവിടെ ഇവിടെ എന്നൊക്കെ പറയുന്ന എല്ലാ മലയാളക്കാരും ഒറ്റക്കെട്ടായിട്ടായിരുന്നു അവിടെ നിന്നിരുന്നത്. അന്ന് ബ്രിട്ടീഷുകാർ വരെ വന്ന് മലയാളികളുമായിട്ടാണ് അവിടെ മലയാളി ലൈൻ എന്ന് പറഞ്ഞിട്ട് മലയാളി ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2 ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ കളിച്ചിരുന്നത് 90% മലയാളികളും ഒരു ഭാഗത്ത് ഇംഗ്ലീഷുകാരായിരുന്നു. അത് മൈൻസിൽ ഫോർമേന്മാരും മുതൽക്കൊക്കെ ആണ് അവർ അന്നത്തെ ഹൈ ലെവലിലാണ് അവരുണ്ടാവൽ. അവരും ഈ മൈൻസിൽ ജോലി ചെയ്യുന്ന മലയാളികളും അതിലും ഫോർമേന്മാരും മറ്റുള്ളവർക്ക് അന്നുണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു അവിടുത്തെ മലയാളികളുടെ ഇത്. അതിൽ താനൂക്കാരായിരുന്നു 90% അവിടെ ഉണ്ടായിരുന്നത്. മറ്റുള്ളവർ എല്ലായിടത്തും 2, 3, 4 ആയിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുണ്ടായിരുന്നു. എങ്കിലും താനൂക്കാർ ഇവിടുത്തെ 90% താനൂക്കാരും അവിടെ കൊണ്ടാണ് ജീവിച്ചിരുന്നത്. അവിടുന്നാണ് പിന്നെ അങ്ങനെ അത് മൈൻസ് മൂടലോടുകൂടെ ബെല്ലാരിലേക്കും ഭദ്രാവതിയിലേക്കും മറ്റുള്ളിടത്തൊക്കെ ആയിട്ട് പോകൽ തുടങ്ങിയത്. അന്ന് മദ്രാസും ഇല്ല, ബോംബെ ഇല്ല, ബാംഗ്ലൂരും ഇല്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി അങ്ങോട്ട് പോകലൊന്നുമില്ല. ഒക്കെ KGFിലേക്കാണ് പറഞ്ഞയക്കൽ. പിന്നെ അവരെ തക്തീറിനനുസരിച്ച് അവർ ഓരോ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ നന്നാവും. അതന്നെ അതിൻ്റെ ഇതാണ് ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന ഞാനടക്കം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇൻഷാ അല്ലാഹ് മരണം വരെ നിലനിർത്തട്ടെ. അവിടുന്ന് നല്ലത് വരുത്തട്ടെ എൻ്റെ വാപ്പിയും പോയിക്കിന്. പിന്നെ വല്യപ്പാരും മറ്റുള്ളവരൊക്കെ അവരൊക്കെ അവിടെ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് പോയിക്കുന്നത്. എങ്കിലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും, നമ്മളെ വാപ്പമ്മമാരെയും. അപ്പോൾ KGF ആണ് താനൂരിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നത്. അവിടെ എന്ത് നെയ്യത്തായിട്ട് വന്നാലും 99% ആ നെയ്യത്തുകൾ അവർ സാധ്യമാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കലുള്ളൂ KGFന്ന്.
ഇന്ന് നമ്മൾ മദ്രാസ് പോണമാരും മറ്റുള്ള ഗൾഫിൽ പോയിട്ട് പിരിക്കുന്ന മാതിരി വല്ല മദ്രസയ്ക്ക് വല്ലതും വേണം, വല്ല ഏതെങ്കിലും പള്ളിക്ക് വല്ല റിപ്പയറിങ്ങിന് വേണം, അതിനൊക്കെ അവിടെ വരും. അപ്പോൾ ഇന്ന ആളെ പോയി കാണി, എൻ്റെ അടുത്ത് വന്നാൽ പറയും ഇതാ ഇൻ്റെത് ഇത്രയുണ്ട്, ഇന്ന ആളെ പോയിട്ട് കാണി. അപ്പോൾ അയാൾക്ക് പോയി കണ്ട് ഞാൻ ഇന്ന മാതിരി വരാണെന്ന് പറഞ്ഞാൽ അയാൾ കൊടുക്കും. ആ കൊടുതിയാണ് ഈ താനൂക്കാരെ ഇങ്ങനെ ഇപ്പോൾ നിലനിർത്തിയത് സാമ്പത്തികമായിട്ട് അന്ന് മുതൽക്ക്. ഇപ്പോഴാണ് KJP-യിലുള്ള പലവരും തരിപ്പണമായത് കേട്ടോ. അന്ന് അവരൊക്കെ നിലനിർത്തിയിരുന്നത് ഈ ധർമ്മമാണ്. ആ ധർമ്മം കൊണ്ടാണ് അള്ളാഹു അവരൊക്കെ നിലനിർത്തിയത്. ആരും വെറുതെ മടക്കാറില്ല ഇൻഷാ അല്ലാഹ്.